അച്ഛന്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ റായും കരയാൻ തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ തന്റെ അടുത്തെത്തി അറിയിച്ചതിന് അവൾ അവന് നന്ദി പറയുന്നു. അടുത്ത ദിവസം രണ്ടുപേരും കൂടി അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ സ്ഥലത്തേക്ക് പോയി അദ്ദേഹത്തെ കാണുന്നുണ്ട്. കുറെ വൈകിയാണെങ്കിലും അദ്ദേഹം പറഞ്ഞ അവസാന വാക്കുകൾ അവളെ അറിയിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ജുവൻ അറിയിക്കുന്നു. മുമ്പ് ഒരിക്കൽ ഞാനിത് പറയാൻ ശ്രമിച്ചിരുന്നതാണ്, പക്ഷെ അന്ന് എനിക്കത് സാധിച്ചില്ല എന്നും അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് റായിമിനെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതെ അവൾക്ക് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നൽകാമെന്നും അവൻ വാക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ എപ്പോഴാണ് മുമ്പ് തൻ്റെ അടുത്ത് പറയാൻ ശ്രമിച്ചത് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാനും നിന്റെ അച്ഛനും തമ്മിലുള്ള ഒരു സീക്രട്ടാണ്, അതുകൊണ്ട് തൽക്കാലം അതിനെപ്പറ്റി പറയുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. അന്ന് തന്നെ അവൻ അമ്മയെ പോയി കാണുന്നുണ്ട്. ഓർമ്മകൾ തിരികെ കിട്ടിയ വിവരം പറയുന്നു. ഓർമ്മകൾ ഇല്ലാതിരുന്ന ആ സമയത്ത് തൻ്റെ ഓർമ്മകൾ തിരികെ കിട്ടരുത് എന്നാണ് അമ്മ ആഗ്രഹിച്ചിരുന്നത് എന്ന് മനസ്സിലായ വിവരവും റായിമിനെയും തന്നെയും തമ്മിൽ അകറ്റാൻ വേണ്ടി അമ്മ ഇങ്ങനൊരു കള്ളം പറഞ്ഞതിനെ പറ്റിയുമൊക്കെ അവൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അമ്മ എത്രയൊക്കെ എതിർത്താലും ഇനിയുള്ള ജീവിതം റായിമിന്റെ ഭർത്താവായി ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ജുവൺ അമ്മയെ അറിയിക്കുന്നു. അവൻ ഈ തീരുമാനത്തെക്കുറിച്ച് ഓർത്ത് പിന്നീട് ഒരുപാട് ദുഃഖിക്കുമെന്നൊക്കെ പറഞ്ഞ് അമ്മ പലതും പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് തന്റെ ഫൈനൽ തീരുമാനമാണ് എന്ന് അവൻ അറിയിക്കുന്നു. വിവാഹം നടക്കുന്ന സമയത്ത് അമ്മ ഒപ്പം ഉണ്ടാവണം എന്നാണ് ആഗ്രഹം, അതുകൊണ്ട് അമ്മയുടെ സമ്മതം കിട്ടിയിട്ട് മാത്രമേ വിവാഹ ചടങ്ങുകൾ നടത്തുകയുള്ളൂ എന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ സമ്മതിച്ചിട്ട് അതൊരിക്കലും നടക്കുമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് അമ്മ തീർത്ത് പറയുന്നു. അവൻ കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അടുത്ത ദിവസം അവൻ റായിമിനെ കൂട്ടി രജിസ്റ്റർ ഓഫീസിലെത്തുന്നു. അവിടെ എത്തിയ ശേഷമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് എന്ന് അവൻ അവളെ അറിയിക്കുന്നത്. ഓസ്കയും യൂൻസിയോളും സാക്ഷികളായി ഒപ്പിടാൻ ജുവൺ പറഞ്ഞനുസരിച്ച് നേരത്തെ തന്നെ അവിടെ എത്തി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സാന്നിധ്യത്തിൽ ജുവണും റായിമും തങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ അവരിപ്പോൾ നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുകയാണ്. ഓസ്കയും യൂൻസിയോളും കൂടി തന്നെയാണ് അവരുടെ മണിയറ ഒരുക്കിയത്. ജുവണും റായിമും അങ്ങോട്ട് എത്തിയ ശേഷം അവർക്ക് നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഓസ്ക യൂൻസിയോളിനെയും വിളിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. പല എതിർപ്പുകളും ഇപ്പോഴും ഉണ്ടെങ്കിലും ജുവണും റായിമും സന്തോഷത്തോടെ തങ്ങളുടെ ദാമ്പത്യ ജീവിതം അങ്ങനെ ആരംഭിക്കുകയാണ്. ഓരോ ദിവസവും രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവന്റെ അമ്മ ഇതുവരെ വിവാഹത്തെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. ആദ്യം അവൻ അവളെയും കൊണ്ട് മുത്തശ്ശന്റെ അടുത്ത് നിന്ന് വിവാഹകാര്യം പറയുന്നു. പക്ഷെ അവന്റെ അമ്മ സമ്മതിക്കാതെ ഇങ്ങനൊരു വിവാഹത്തിന് സമ്മതം നൽകില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവരെ നിരാശരാക്കി തിരിച്ചയക്കുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു തന്നെ അവന്റെ അമ്മയും വിവാഹകാര്യം അറിയുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലാവുന്നു. അതറിഞ്ഞ് ജുവൺ അവരെ കാണാൻ ചെല്ലുന്നുണ്ട്. ആദ്യം അവർ കുറെ കരയുകയും സങ്കടം പറയുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം കരച്ചിലൊക്കെ മതിയാക്കിയിട്ട് അവന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവളെ മരുമകളായി അംഗീകരിക്കില്ല. ഇന്നു മുതൽ നീ എന്റെ മകനുമല്ല എന്ന് അവർ തന്റെ തീരുമാനം അറിയിക്കുന്നു. അമ്മ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തീരുമാനിക്കാൻ പോകുന്നതെന്ന് ജോവണ് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവനും അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഷോപ്പിംഗ് മാളിന്റെ പ്രസിഡന്റായിട്ട് അമ്മ മറ്റൊരാളെ കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ അയാൾക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ആ സ്ഥാനത്ത് ഞാൻ തന്നെ തുടരുന്നതായിരിക്കും അമ്മയ്ക്ക് ഗുണം എന്ന് അവൻ പറയുന്നുണ്ട്. അത് അവരും സമ്മതിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥാനത്ത് അവന് തന്നെ തുടരാം. പക്ഷേ എൻ്റെ മകനാണ് എന്ന രീതിയിൽ നിനക്കുള്ള എല്ലാ ഷെയറും നീ തിരികെ നൽകണം. നിന്റെ പേരിലുള്ള റിസോർട്ടുകളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം തിരിച്ചെഴുതി തരണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. അവൻ താമസിക്കുന്ന വീട് അവന് തന്നെ നൽകാൻ അവർ തയ്യാറാവുന്നുണ്ട്. പക്ഷെ അവൻ അതിന് റെന്റ് കൊടുക്കണം എന്നൊരു കണ്ടീഷൻ അവർ വയ്ക്കുന്നു. ജോൺ ഇതെല്ലാം സമ്മതിക്കുന്നുണ്ട്. അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേഷ്യമൊക്കെ കുറയുമ്പോൾ അമ്മ തിരികെ തന്നെ സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷ അവനുണ്ട്. എന്തായാലും അമ്മയുടെ കണ്ടീഷനെല്ലാം സമ്മതിച്ചാണ് അവൻ തിരികെ പോയത്. മാനേജർ പാർക്ക് അവന്റെ ലിഫ്റ്റ് ആക്സിഡന്റ് കാരണം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അവിടെ നിന്ന് പോയിരുന്നല്ലോ. അവൻ അദ്ദേഹത്തെ തിരികെ വിളിച്ച് അദ്ദേഹത്തിന്റെ പഴയ പൊസിഷൻ തിരികെ നൽകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്നു. പക്ഷെ തന്റെ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കരുത്. അത് തനിക്ക് അവകാശപ്പെട്ടതാണ്. അതല്ലാതെ ആ കമ്പനിയിൽ ഏത് ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ വേണമെങ്കിലും അദ്ദേഹത്തിന് ശ്രമിക്കാവുന്നതാണ്. അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവന്റെ വിശ്വസ്തനായിട്ട് അദ്ദേഹം വീണ്ടും ജോലിക്ക് കയറുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ വിവരം റായിം ഇപ്പോഴാണ് ആക്ഷൻ സ്കൂളിലുള്ളവരെയും അറിയിക്കുന്നത്. ഒരു ചെലവ് ഒഴിവാക്കിക്കൊണ്ട് അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ അവളുടെ സീനിയേഴ്സിന് പരാതിയുണ്ട്. അതിനെക്കുറിച്ച് പറയാനായി അവർ ജുവന്റെ അടുത്ത് ചെല്ലുന്നു. ട്രീറ്റ് നൽകണമെന്ന ആവശ്യവുമായിട്ടാണ് അവർ വന്നത്. അത് മാത്രമല്ല റായിമിനെ ജീവിതത്തിൽ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അവൾക്ക് ഒരുപാട് സഹോദരങ്ങളുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവൾക്ക് എന്തെങ്കിലും കരയേണ്ട അവസ്ഥ വന്നാൽ ഞങ്ങളുടെയൊക്കെ കൈയുടെ ചൂട് നീ അറിയും എന്നൊക്കെ പറഞ്ഞ് ജുവന് വാണിംഗ് കൊടുത്തിട്ടാണ് അവർ തിരികെ പോയത്. ഓസ്കയുടെ പേരിലുള്ള റൂമറുകളൊക്കെ ഒരുമാതിരി മാറിയിരിക്കുന്നു. അതുകൊണ്ട് പഴയ പ്രതാപം ഓസ്ക വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മുമ്പ് നടക്കാതെ പോയ അവന്റെ പ്രോഗ്രാം ഇപ്പോൾ വീണ്ടും നടത്തുന്നുണ്ട്. സോൺ കമ്പോസ് ചെയ്ത ഒരു പാട്ടും ഓസ്ക ആ പ്രോഗ്രാമിൽ പാടുന്നുണ്ട്. പ്രോഗ്രാം കാണാൻ യൂൻസിയോളും ജുവണും റായും ഒക്കെ എത്തിയിട്ടുണ്ട്. പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സോൺ ബാഗൊക്കെ ആയി അവിടേക്ക് വന്നിട്ട് കുറച്ച് സമയം ഓസ്കയെ നോക്കി നിന്ന ശേഷം തിരികെ പോകുന്നത് കണ്ട യൂൻസിയോൾ അവന്റെ പുറകെ ചെന്ന് സംസാരിക്കുന്നു. സോണിന് ഓസ്കയോട് ഇഷ്ടമുണ്ട് എന്ന് അവൾക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നതാണ്.
അവൻ അവിടെ വിട്ട് പോവുകയാണോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. നമ്മൾ രണ്ടുപേരും കൂടി അവൻ്റെ അടുത്ത് നിന്നാൽ ശരിയാവില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് നിനക്ക് ആദ്യമേ എന്നെ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ അവനെ നിനക്ക് വിട്ട് തന്നിട്ട് പോവുകയാണ്. വെറുതെ എന്നെ നിർബന്ധിച്ച് ഇവിടെ നിർത്താൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ലൊരു ജീവിതം ആശംസിച്ചിട്ട് സോൺ അവിടെ നിന്ന് പോകുന്നു. ഓസ്കയുടെ പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ജുവന്റെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവരുടെ മാരേജ് ലൈഫ് സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റായും ഇപ്പോഴും ഷൂട്ടിനൊക്കെ പോകുന്നുണ്ട്. അതൊന്നും അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതേയില്ല. അങ്ങനെ സന്തോഷകരമായി 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. റായിമിനും ജുവനും 3 മക്കൾ കൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ അവരുടെ ഫാമിലി കുറച്ച് വലുതായിട്ടുണ്ട്. മക്കളെയും കൊണ്ട് അവർ ഇടയ്ക്കിടെ അമ്മയുടെ അടുത്തേക്ക് പോകും. പക്ഷേ ഗേറ്റിനടുത്ത് നിൽക്കുന്ന അല്ലാതെ അവർക്ക് അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ഒരു ദിവസം കുട്ടികളുമായി അവിടെ എത്തി ഗേറ്റിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ആവശ്യപ്പെട്ട ഏതോ കളിപ്പാട്ടം വാങ്ങി നൽകാത്തതിന്റെ പേരിൽ അവർ റായിമുമായി വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങിത്തരാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന് പറഞ്ഞ് അവൾ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ജുവണും അടുത്ത് നിൽപ്പുണ്ട്. ഇപ്പോഴാണ് അയോങ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് റായിമിന് ശരിക്കും മനസ്സിലാവുന്നത്. അന്ന് അയോങ് പറഞ്ഞപ്പോൾ ദുസ്വപ്നം പോലെയൊക്കെയാണ് ഫീൽ ചെയ്തതെങ്കിലും ഇതായിരുന്നു സംഭവം എന്നോർത്ത് റായിം ചിരിക്കുന്നു. അപ്പോഴേക്കും ജോലിക്കാരിയും അമ്മയും കൂടി അകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. കുട്ടികളെല്ലാം അമ്മ സ്നേഹത്തോടെ കൂടെ കൊണ്ടുപോകുന്നു. പക്ഷേ അവരെ ഒന്ന് മൈൻഡ് ചെയ്യുക പോലും ചെയ്യാതെ ഗേറ്റ് അടയ്ക്കണമെന്ന് ജോലിക്കാരിക്ക് നിർദ്ദേശം നൽകിയിട്ടാണ് അവർ പോയത്. അവരും പരാതിയൊന്നുമില്ലാതെ തിരികെ പോകുന്നു. ഇത്രയുമൊക്കെ ആകുമ്പോഴെങ്കിലും അമ്മ പിണക്കമൊക്കെ അവസാനിപ്പിക്കുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ അവരുടെ പിണക്കത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അമ്മ കൂടി പങ്കെടുത്തിട്ട് വിവാഹം മതി എന്ന് തീരുമാനിച്ചിരുന്നത് കൊണ്ട് വിവാഹ ചടങ്ങ് അവർ ഇതുവരെ നടത്തിയിട്ടില്ല. അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. റായിം ഇപ്പോൾ ആക്ഷൻ സ്കൂളിന്റെ ഡയറക്ടറാണ്. മുമ്പ് ജങ്സുവും സീനിയറും ഒക്കെ ചെയ്തിരുന്നത് പോലെ ഇപ്പോഴുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവളാണ്. നല്ല ഭംഗിയായി തന്നെ അവൾ ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നു. 5 വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഓസ്ക യൂൻ സിയോളിനെ പ്രപ്പോസ് ചെയ്യുന്നത്. അവൾ വിവാഹത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ അവരുടെ കാര്യവും സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. അയോങ്ങും കിമ്മും ഇപ്പോഴും ഡേറ്റിംഗിലാണ്. ഒരു ദിവസം രാത്രി ബീച്ചിലൂടെ രണ്ടുപേരും കൂടി പോകുന്ന സമയത്ത് കടലിലെ വെള്ളത്തിൽ ഒരു കുപ്പി കിടക്കുന്നത് കണ്ട് അവർ അതെടുത്ത് നോക്കുന്നു. മുമ്പ് ജെജു ഐലൻഡിൽ വെച്ച് അവൾക്ക് വേണ്ടി ഒരു കത്തെഴുതി കിം ഒരു കുപ്പിയിലാക്കി അയച്ചിരുന്നല്ലോ. അതിപ്പോൾ ഇവിടെ വെച്ച് അവർക്ക് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അന്ന് ഒരു തമാശയ്ക്ക് ചെയ്തതാണെങ്കിലും ഇതിങ്ങനെ ശരിക്കും തിരികെ തൻ്റെ കയ്യിലെത്തുമെന്ന് കിം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ലവ് ലെറ്റർ ജീവിതത്തിൽ വേറൊരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് അയോങ്ങും ഭയങ്കരമായി സന്തോഷിക്കുന്നു. അങ്ങനെ അവരും ഹാപ്പിയായി മുന്നോട്ട് പോവുകയാണ്. 3 കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് റായിമിനും ജുവനും മുമ്പത്തെ പോലെ ഒരുമിച്ച് ചിലവഴിക്കാൻ സമയം കിട്ടുന്നില്ല. രാത്രി അവർ ഉറങ്ങിയ ശേഷം മാത്രമാണ് ഇവർക്ക് ഒരുമിച്ചിരിക്കാനൊക്കെ സമയം കിട്ടുന്നത്. കുട്ടികൾ 3 പേരും ഉറങ്ങി വരുമ്പോഴത്തേക്കും മിക്കവാറും റായിമും ഉറക്കം പിടിച്ചിരിക്കും. എന്നാലും ജുവൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് 2 പേർക്കും കൂടി ഒരുമിച്ചിരിക്കാനുള്ള സമയം കണ്ടെത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം 2 പേരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് മുമ്പ് തന്നോട് അച്ഛന്റെ അവസാന വാക്കുകളെ പറ്റി പറയാൻ വന്നിരുന്നല്ലോ, അത് എപ്പോഴായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നത്. അന്ന് അവളുടെ അച്ഛൻ മരിച്ച സമയത്ത് ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് അവൻ ചെന്നിരുന്നു. പക്ഷെ അവളുടെ അടുത്തേക്ക് പോകാൻ കഴിയാതെ റൂമിന് വെളിയിൽ മാറിയിരുന്ന് കരയുകയാണ് അവൻ ചെയ്തത്. എല്ലാവരും പോയ ശേഷം അവൾ അവിടെ തനിച്ച് തളർന്ന് മയങ്ങുന്ന സമയത്ത് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ക്ഷമ പറയുകയും അവളുടെ അടുത്ത് കിടക്കുകയും ചെയ്തിരുന്നു. അന്ന് ഉറക്കത്തിൽ എന്തോ ദുസ്വപ്നം കണ്ടതുപോലെ അവൾ നെറ്റി ചുളിക്കുന്നത് കണ്ട് അവൻ അവളുടെ നെറ്റിയിൽ വിരൽ തൊട്ട് നേരെയാക്കാൻ ശ്രമിക്കുന്നതും കാണാം. പക്ഷെ പിന്നീട് എങ്ങനെയോ അവൻ ഈ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് മിസ്സായി പോയെങ്കിലും പിന്നീട് ഇത് വീണ്ടും അവരെ ഒരുമിപ്പിച്ച് ഇപ്പോൾ നല്ലൊരു ജീവിതം നൽകിയിരിക്കുന്നു. അങ്ങനെ റായിമും ജുവനും സന്തോഷത്തോടെ നല്ലൊരു ജീവിതം നയിക്കുന്നത് കാണിച്ചുകൊണ്ട് സീക്രട്ട് ഗാർഡൻ എന്ന ഈ ഡ്രാമ അവസാനിക്കുകയാണ്. കുറച്ച് പഴയതായിരുന്നെങ്കിലും ഡ്രാമയുടെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക. മറ്റൊരു ഡ്രാമയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.